ബിസിനസ്സിൽ തുടക്കകാലത്ത് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തിയുടെയോ അല്ല. നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ, മാസങ്ങൾ വളരെ പ്രയാസപ്പെട്ട നാളുകളായിരിക്കും. സോ ഈ ഒരു സമയത്തെ വളരെ ബുദ്ധിപരമായി നമ്മൾ നേരിട്ടാൽ മാത്രമേ നമുക്ക് ഒരു വലിയ വിജയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ കരിയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ എൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ ഒരുപാട് പരിഹാസങ്ങളും റിജക്ഷൻസും ഒഴിവാക്കലുകളും എല്ലാം ഞാൻ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ ആലോചിച്ച സമയത്ത്, അതായത് എനിക്ക് നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ, നല്ലൊരു കമ്പനിയുടെ നല്ല പ്രോഡക്റ്റിന്റെ ബാക്കപ്പോട് കൂടി, നല്ലൊരു ബിസിനസ് പ്ലാനിന്റെ ബാക്കപ്പോട് കൂടി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ലൈഫ് സെറ്റിൽ ആവും. ഞാൻ വളരെ നല്ല രീതിയിൽ എനിക്ക് എൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ശരിക്കും തുടക്കകാലങ്ങളിൽ തന്നെ ഒരുപക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുകളും തളർച്ചകളും ഒക്കെ ഉണ്ടായിട്ട് പോലും എന്നെ പിടിച്ചു നിർത്തിയത്. എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളതും അത് തന്നെയാണ്. നെറ്റ്വർക്ക് ബിസിനസിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ, വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ, നമുക്ക് പലപ്പോഴും ഇതെനിക്ക് പറ്റിയ ഒരു ബിസിനസ് അല്ല എന്ന് പോലും നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന പല നിമിഷങ്ങളും നിങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ബട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, പിടിച്ചു നിൽക്കാൻ നമ്മൾ തയ്യാറാവണം. കാരണം ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം മറ്റു പല പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ഈ ബിസിനസ്സിൽ നിന്ന് വിട്ടുപോകാതിരുന്നത് കൊണ്ട് ഇന്ന് എന്തൊരു സുന്ദരമായിട്ടുള്ള ഒരു ജീവിതമാണ് എനിക്കിന്ന് മോദിക്കയിലൂടെ ലഭിച്ചിരിക്കുന്നത്. ശരിക്കും ആസാദി ലൈഫ് എന്ന് പറയുന്നതിന്റെ മീനിങ് എവറി സെക്കൻഡ് എനിക്കിന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നു. സുഹൃത്തുക്കളെ, മനസ്സിലാക്കുക, ഇനി നമ്മുടെ ലോകം കാണാൻ പോകുന്നത് വലിയ വലിയ മാറ്റങ്ങളാണ്. ആ വലിയ മാറ്റങ്ങളിൽ ഒരു മാറ്റം എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു വലിയ റെവല്യൂഷൻ ആണെന്ന് എനിക്ക് വളരെ നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഡയറക്ട് സെല്ലേഴ്സിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാവി വളരെ ശോഭനമാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, തുടക്കകാലങ്ങളിൽ നമ്മളുടെ ഈ പറയുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും പ്രശ്നങ്ങളും സംശയങ്ങളും അതുപോലെ തന്നെ നിരാശകളും ഇതെല്ലാം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഒരു ഭാഗമാണെന്നാണ്. അതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. പലരുടെയും ഒരു ധാരണ, ഇത് എന്തുകൊണ്ട് എനിക്ക് ടീം വരുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ടീം ഉണ്ടാകുന്നില്ല, മറ്റുള്ളവർക്ക് ടീം ഉണ്ടാകുന്നുണ്ടല്ലോ എന്നാണ്. ആ ധാരണ തികച്ചും തെറ്റാണ്. കാരണം ഒരു സത്യസന്ധമായ രീതിയിൽ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തികൾക്കെല്ലാം ഇത്തരത്തിലുള്ള വിഷമങ്ങളും നിരാശകളും ഇഷ്യൂസും, ടീം സെറ്റ് ആകുന്നില്ലല്ലോ, ടീം ശരിയാകുന്നില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. എനിക്കുണ്ടായിട്ടുണ്ട് വ്യക്തിപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ആ സമയങ്ങളിൽ നമ്മൾ ശരിയായ രീതിയിൽ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ആക്ഷനിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്താൽ, ആക്ഷൻ എന്ന് പറയുമ്പോൾ മാസീവ് ആക്ഷൻ, രണ്ട് കാര്യങ്ങളിൽ തുടക്ക സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ പ്രോസ്പെക്ട് ലിസ്റ്റ് നമ്മൾ നന്നായിട്ട് റിഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. രണ്ട്, ബിസിനസ് പ്രസന്റേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ നമ്മൾ റിസൾട്ടിനെ കുറിച്ച് പോലും ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം റിസൾട്ട് എന്ന് പറയുന്നത് അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. നിങ്ങളുടെ പ്രസന്റേഷൻ മനോഹരമായതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ ജോയിൻ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ പ്രസന്റേഷൻ വളരെ ടെക്നിക്കലി പെർഫെക്റ്റ് ആയതുകൊണ്ട് ആളുകൾ ജോയിൻ ചെയ്യണമെന്നില്ല. എന്നാൽ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന പ്രകാശം, നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാകുന്ന ആത്മവിശ്വാസം, ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയെ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുന്നത്, സഹായിക്കുന്നത്. അപ്പൊ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അതായത് നല്ല രീതിയിലൊരു ലിസ്റ്റ് നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രോസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഈ ബിസിനസിന്റെ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഹാബിറ്റാണ്. അതുപോലെ തന്നെ ബിസിനസ് പ്ലാൻ പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത്, അത് നിങ്ങൾക്ക് സൂമിലൂടെ പ്രസന്റ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് 1-to-1 പ്രസന്റ് ചെയ്യാം, ഹൗസ് പാർട്ടിയിലൂടെ പ്രസന്റ് ചെയ്യാം. ഈ രണ്ട് ആക്ടിവിറ്റി നമ്മൾ നിരന്തരം ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തുടക്കകാലത്ത് നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ മറികടക്കാൻ കഴിയും. ഇത് രണ്ടും ചെയ്യാതെ ചെറിയൊരു എഫേർട്ട് എന്ന് വെച്ചാൽ ഒരു 2 പേരെ കണ്ടു, 4 പേരെ കണ്ടു, 5 പേരെ കണ്ടു, 10 പേരെ കണ്ടു, ഇവരുടെ റിസൾട്ട് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഇവരിനി എന്തു പറയും, എന്നിട്ടാവാം എന്ന് വിചാരിച്ച് നമ്മൾ ഈ ബിസിനസ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കൂടുതൽ നിരാശനാകുന്നതായിട്ട് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. സോ ഈ രണ്ട് ഹാബിറ്റ് നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ബിസിനസ്സിൽ കൊണ്ടുവരാൻ പറ്റും. ഞാൻ അതാണ് ചെയ്തിട്ടുള്ളത്. ഒപ്പം നമ്മുടെ
മെന്റൽ എക്സസൈസ്. നെറ്റ്വർക്ക് എനർജി വർക്ക്ഷോപ്പ് പ്രോഗ്രാമിൽ നമ്മൾ പറയുന്ന നമ്മളുടെ മെന്റൽ എക്സസൈസ്. അതായത് വിജയികൾ എപ്പോഴും അവരുടെ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് ബോധവാന്മാരാണ്. എന്നാൽ പരാജിതർ എപ്പോഴും അവർ എങ്ങനെ വിജയിക്കുന്നു എന്നോർത്ത് അത്ഭുതപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ വിജയിക്കാൻ പോകുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് നല്ല ബോധമുണ്ടാവണം, അതിൽ ജീവിക്കാൻ പറ്റണം, ആ സ്വപ്നങ്ങളിൽ എന്നും ജീവിക്കാൻ പറ്റണം, ആ സ്വപ്നങ്ങൾ എഴുതി വയ്ക്കാൻ പറ്റണം, അതിനെക്കുറിച്ചുള്ള ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. സോ ഈ മെന്റൽ എക്സസൈസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ, ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്നതും പ്ലാൻ പ്രസന്റ് ചെയ്യുന്നതും, ആ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ഒരു തുടക്കക്കാരന് ഏറ്റവും നല്ല രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ, പ്രാക്ടീസ് ചെയ്താൽ ഡെഫിനറ്റ് ആയിട്ടും അദ്ദേഹത്തിന് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയേണ്ടത്, പലപ്പോഴും ഒരു മൊബൈലിന്റെ ബാറ്ററി ഡൗൺ ആവുന്നത് പോലെ തുടക്ക സമയത്ത് പലപ്പോഴും നമ്മൾ ഡൗൺ ആയിട്ട് കാണാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് പറയാം, മൊബൈൽ ബാറ്ററി ഡൗൺ ആവുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്നു, തൊട്ടടുത്ത പ്ലഗിലേക്ക് നമ്മൾ മൊബൈലിനെ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ മെന്ററുമായിട്ട്, നിങ്ങളുടെ ഗ്രോവിംഗ് അപ്ലൈനുമായിട്ട് ഒരു നല്ല കോണ്ടാക്ട് എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ ഒരു നല്ല കോണ്ടാക്ട് ആണ് ശരിക്കും നിങ്ങളുടെ ചാർജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ നിരവധി തവണ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള, ഞാൻ പലപ്പോഴും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ്. എന്ന് വെച്ചാൽ പ്രൂവ് ചെയ്ത ടെക്നിക്കാണ്. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ഡൗൺ ആവുന്നത്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനെക്കുറിച്ചൊരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം. നമ്മൾ ഡൗൺ ആവും, നമ്മൾ മെന്റലി ഫ്രസ്ട്രേറ്റഡ് ആവും, നമുക്ക് നിരാശയുണ്ടാവും, നമുക്ക് പലപ്പോഴും ഇത് നിർത്തിയാലോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോവാം. അതിലൊന്നും ഒരു തെറ്റുമില്ല. ഒരിക്കലും അങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വല്ലാതെ ഡൗൺ ആവുക എന്നുള്ളത് മാത്രമല്ല, ആ ഡൗൺ ആയി എന്നുള്ളത് മനസ്സിലാക്കുകയും ഒപ്പം തന്നെ തൊട്ടടുത്ത അപ്ലൈനുമായി, തൊട്ടടുത്ത ഗ്രോയിങ് അപ്ലൈനുമായി, മെന്ററുമായി നിങ്ങളൊരു കണക്ഷൻ നിങ്ങൾ ഉണ്ടാക്കണം. ജസ്റ്റ് നിങ്ങൾ വിളിക്കുക, വിശേഷങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ എനിക്കൊരു 10 മിനിറ്റ് സംസാരിക്കണമെന്ന് പറയുക. ഇതൊരു പ്രാക്ടീസ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, മനസ്സിനെ പ്രോഗ്രാം ചെയ്യാനുള്ള ഏറ്റവും നല്ല എളുപ്പ വഴി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് റിപ്പീറ്റേഷൻ, ആവർത്തനമാണ്. ഇത് നിങ്ങൾ സ്ഥിരമായി ആവർത്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഡൗൺ ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ തന്നെ സ്വയം റീചാർജ് ചെയ്യുന്നതായിട്ട് അനുഭവപ്പെടാൻ തോന്നും. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പോൾ തുടക്ക സമയത്തുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും ചലഞ്ചുകളും ഒക്കെ നേരിടാൻ ഇന്ന് നമുക്ക് ഈ പറയുന്ന കുറച്ച് ടെക്നിക്കിലൂടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു കൊറോണ കോവിഡ് പാൻഡമിക് കാലഘട്ടത്തിൽ പലപ്പോഴും നമുക്ക് പരസ്പരം കാണാൻ കഴിയാതെ ഉള്ളൊരു സാഹചര്യമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരസ്പരം കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ മെത്തേഡിലൂടെ നമുക്ക് നമ്മളുടെ ഒരു പേഴ്സണൽ എനർജി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. കാരണം നിങ്ങളുടെ മുന്നിലുള്ളത് അത്രയും മനോഹരമായ ഒരു ലൈഫാണ്, അത്രയും മനോഹരമായിട്ടുള്ള ഒരു ലൈഫാണ് മോദി കേരള സംഗീത് മോദി നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ അതിന്ന് വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് പറയുന്നത്. ഈ ഒരു ബിസിനസിന്റെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു ലൈഫ്, അത് വളരെ വാക്കുകൾക്കും അപ്പുറത്ത്, ഒരു പക്ഷേ നമ്മൾ വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. വാക്കുകൾക്കും അപ്പുറത്താണത്. കാരണം അത്രമാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശരിക്കും സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ തുടക്കകാലങ്ങളിലെ പ്രോബ്ലംസ്, തുടക്കകാലങ്ങളിലെ പ്രശ്നങ്ങൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് എത്താൻ സാധിക്കില്ല. കാരണം തുടക്കകാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നിങ്ങളെ പോളിഷ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളെ സ്വയം പോളിഷ് ചെയ്യാനും സ്വയം നിങ്ങളെ ബ്രഷപ്പ് ചെയ്ത് മെച്ചപ്പെടുത്താനും നിങ്ങളെ അനുവദിച്ചേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് പ്രോബ്ലംസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ബിസിനസ്, ചലഞ്ചസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ബിസിനസ്, ഫ്രസ്ട്രേഷൻസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ബിസിനസ്. ഇതെല്ലാം നമ്മുടെ ബിസിനസിന്റെ ഒരു പാർട്ടാണ്. കാരണം ആ പറയുന്ന കാര്യങ്ങളിലൂടെയാണ് നമ്മളെ മെച്ചപ്പെടുത്തുന്നത്, നമ്മളെ ബ്രഷപ്പ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന പ്രതിസന്ധികളെ നേരിടുന്ന സമയത്താണ് ഒരു കൽക്കരിയിൽ നിന്ന് ഒരു ഡയമണ്ട് ഉണ്ടാകുന്ന പോലെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഒരു മികച്ച ലീഡറായിട്ട് മാറുന്നത്. പലപ്പോഴും നമ്മൾ ഇന്ന് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, വളരെ പെട്ടെന്ന് പണക്കാരനാകുന്ന ഫ്രോഡ് കമ്പനികളുടെ ബിസിനസ് പ്ലാനിൽ ഒരിക്കലും ഒരു നല്ല ലീഡർഷിപ്പ് ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? കാരണം വളരെ പെട്ടെന്ന് തന്നെ അവരുടെ കൈകളിലേക്ക് അവർക്ക് പെട്ടെന്നുള്ള വരുമാനം കിട്ടുകയും ആ വരുമാനം അവരെ നശിപ്പിക്കുകയും അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത പോലും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകൾ 3 മാസം 6 മാസം കഴിയുമ്പോൾ ബിസിനസ്സിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ജെന്യുവൻ ആയിട്ടുള്ള പ്ലാനുകളുടെ പ്രത്യേകത തുടക്ക സമയത്ത് ലീഡർഷിപ്പ് ഡെവലപ്മെന്റിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇറ്റ്സ് ഓൾ അബൌട്ട് ലീഡർഷിപ്പ് ക്രിയേഷൻ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഒന്ന് നന്നായിട്ട് എല്ലാവരും വീണ്ടും കേൾക്കുക, ശ്രദ്ധിക്കുക. കാരണം ഇതെല്ലാം
ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ വായിച്ചതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞതോ അല്ല. നമ്മുടെ വ്യക്തിപരമായി നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ അനുഭവിച്ച ആ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും തുടക്കക്കാർക്ക് ഈ വോയിസ് ക്ലിപ്പ് ഒരുപാട് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.